Hi dears, MBBS, BDS, Agriculture, Co-operation and Banking, Veterinary, Forestry, Fisheries കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷനുകൾ ക്ഷണിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. MBBS, BDS, Agriculture, Banking, Veterinary, Forestry, Fisheries കോഴ്സുകളിലെ പുതുതായി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം 15-ാം തീയതി വൈകിട്ട് 5 മണി വരെ ലഭ്യമാകുന്നതാണ്. അപ്പം എല്ലാ വിദ്യാർത്ഥികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ സസൂക്ഷ്മം ചെയ്യേണ്ടതാണ്. ഇത് എങ്ങനെ നമുക്ക് ലൈവായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 10 ഗവൺമെന്റ് MBBS മെഡിക്കൽ കോളേജുകൾ, 18 MBBS സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ, 6 ഗവൺമെന്റ് BDS കോളേജ്, 17 BDS സെൽഫ് ഫിനാൻസിംഗ് കോളേജ്, 2 വെറ്റിനറി കോളേജുകൾ, 5 അഗ്രികൾച്ചർ കോളേജ്, ഫിഷറീസ് ഫോറസ്ട്രി ഓരോ കോളേജ് വീതം, അതുപോലെ തന്നെ കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന്റെ ഒരു കോളേജ് എന്നിവയിലേക്കാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഇത് എങ്ങനെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഇനിയും തുടർന്നുള്ള അലോട്ട്മെന്റും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ് എല്ലാവർക്കും അറിയാം. cee.kerala.gov.in കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ലഭിക്കുക. KEAM 2020 കാൻഡിഡേറ്റ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്കൊരു വിൻഡോ കിട്ടും. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിനില് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ഈ കോഡാണ് ആക്സസ് കോഡ്. ഇവിടെ ഉള്ള ഒരു ചെറിയ കോഡ് കാണും. ഈ കോഡും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിൻഡോ, നിങ്ങളുടെ പ്രൊഫൈൽ തുറന്നു വരുന്നതായിരിക്കും. ഇത് വിദ്യാർത്ഥികൾ ചെയ്തതാണ്, അവർക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്രൊഫൈലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ കാണാം, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പ്ലീസ് വെയിറ്റ് ലോഡിംഗ് ഡാറ്റ എന്ന് കാണിക്കും. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു വിൻഡോ കിട്ടും. KEAM 2020 ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഹോം, ഇൻസ്ട്രക്ഷൻ, സേവ്, പ്രിന്റ് ഓപ്ഷൻ ലിസ്റ്റ്, ലോഗൌട്ട് എന്നീ ബട്ടൺസുകൾ കാണാൻ പറ്റും. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് നോക്കുക. അവൈലബിൾ ഓപ്ഷൻസ് 60 ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിൽ അവൈലബിൾ ഓപ്ഷൻസ് 60 ആയിരിക്കും അവരെ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്, കോട്ട നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹാഫ് പോർഷൻ ആയിട്ട് ഇങ്ങനെ കാണുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം കോഴ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഏത് കോഴ്സാണോ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ അത് നോക്കുക. അപ്പൊ നമുക്ക് അവിടെ MBBS ആണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നത്, MBBS. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് ആൻഡ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഗവൺമെന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി കോട്ട ചോദിക്കുന്നുണ്ട്, ഗവൺമെന്റ്, മാനേജ്മെന്റ്, മൈനോറിറ്റി, NRI. അപ്പൊ നമ്മള് ഓൾ കോട്ടയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 10 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. അതിന്റെ ഓപ്ഷൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓരോ മെഡിക്കൽ കോളേജും അതിന്റെ ടൈപ്പ് ഉണ്ട്. ഗവൺമെന്റ് എയ്ഡഡ്, ഫീസും ഉണ്ട്. 26,260 രൂപയാണ് ഫീസ്. ഡെപ്പോസിറ്റ് നില്ലാണ്. ഇനി ഇതിവിടെ നമ്മൾ സെലക്ട് ബട്ടൺ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ നമ്പർ അസൈൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷൻ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ നോക്കുക, ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതനുസരിച്ച് നമ്മുടെ ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതല്ല ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് വേണ്ടത്. നമുക്ക് കോഴിക്കോടാണ് ഒന്നാമത്തെ ഓപ്ഷൻസ് ആയിട്ട് വേണ്ടത്. അപ്പൊ നമുക്കിതിനെ എത്രാമത്തെ ഓപ്ഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അപ്പ് ആൻഡ് കീ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻസ് കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടാമത് ഇപ്പം ഞാൻ ഇവിടെ
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് KKM എന്നുള്ള കോഡില് ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം, ഇത് സെലക്ട് ചെയ്തു. അപ്പൊ ഓപ്ഷൻ നമ്പർ അസൈൻഡ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഓക്കെ കൊടുക്കുന്നു. ഇപ്പൊ നമുക്ക് ഇത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ റീഅറേഞ്ച്മെന്റ് ചെയ്യാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ആരോയിൽ നമുക്ക് ഇത് ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റണം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പ് ആരോ ആണ്. നമ്മൾ ഇത് അപ്പ് ആരോയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ആർ യു ഷുവർ എന്ന് ചോദിക്കും. അപ്പൊ യു ഹാവ് ചൂസ് ടു മൂവ് ദി ഓപ്ഷൻ ഫ്രം പൊസിഷൻ 2 ടു പൊസിഷൻ 1ലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ ചോയ്സ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഒന്നാമത്തെ ഓപ്ഷനിലേക്കായിട്ട് മാറി. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് 10 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ആദ്യം സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഓപ്ഷൻ നമ്പറുകൾ ക്രമീകരിക്കാനാണ്. ഇനി എനിക്ക് വേണ്ടത് തിരുവനന്തപുരമാണ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് വേണ്ടത്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അത് ഓപ്ഷൻ നമ്പർ അസൈൻഡ് എന്ന് വന്നിരിക്കുന്നു. അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കോഴിക്കോടാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എറണാകുളമാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തത് തിരുവനന്തപുരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് തിരുവനന്തപുരത്തെ ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം നമുക്ക് ഡൗണിലേക്ക് കൊണ്ടുവരണം, തേർഡ് ഓപ്ഷനിലേക്ക് കൊടുക്കണം. ആർ യു ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ബട്ടൺ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് തേർഡിലേക്ക് എറണാകുളം മെഡിക്കൽ കോളേജ് വന്നു. ഈ ഒരു രീതിയാണ് നമ്മുടെ ഓപ്ഷനുകൾ സെറ്റ് ചെയ്യേണ്ട രീതി. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ കാണിക്കും, മുകളിൽ തന്നെ കാണിക്കും കറന്റ്ലി സെലക്ടഡ് 3 ഓപ്ഷൻസ് എന്ന് കാണിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, എനിക്കിപ്പോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം സേവ് കൊടുക്കണം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു റെഡ് ബട്ടണിൽ ഡിലീറ്റ് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടാത്തത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ സേവ് കൊടുത്താലും പ്രശ്നമില്ല. ഡിലീറ്റ് ഓപ്ഷൻസിൽ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുക. തേർഡ് ഓപ്ഷൻ ആർ യു ഷുവർ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഡിലീറ്റ് ചെയ്യാം. അപ്പൊ എന്റെ തേർഡ് ഓപ്ഷൻ ഡിലീറ്റ് ആയി. ഇനി നമുക്ക് വീണ്ടും തേർഡ് ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടമുള്ള ചോയ്സുകൾ കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇതിൽ ചെയ്യാം. നമുക്ക് പ്രയോറിറ്റി ഓർഡറുകൾ മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ വേണ്ടമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ കോട്ടയമാണ് കൊടുക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ നോക്കണ്ട. നിങ്ങൾ 10 മെഡിക്കൽ കോളേജുകൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് വെക്കുന്നു. ഇനി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് വെക്കേണ്ടതെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ പോയിട്ട് ഗവൺമെന്റ് ഓപ്ഷനിൽ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഇവിടെ ഓപ്ഷൻസുകൾ ഒന്നും തന്നെ അവൈലബിൾ അല്ല. നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് കൊടുക്കേണ്ടതെങ്കിൽ ഈ ഒരു ബട്ടണിൽ നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കാണും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ, ഇവിടെ ഓരോന്നിന്റെയും സെൽഫ് ഫിനാൻസിങ് കോളേജ് അൽ അസർ മെഡിക്കൽ കോളേജിന്റെ 6,55,500 രൂപയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഓരോ കോളേജുകളുടെയും. ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മുസ്ലിം മൈനോറിറ്റിക്കും കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് അമല ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് 18 സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഓപ്ഷൻസുകളും ഇവിടെയുണ്ട്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ച് ഓപ്ഷനുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഓരോ ഓപ്ഷനും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ പ്രയോഗിച്ച് നിങ്ങളുടെ എത്രാമത്തെ ഓപ്ഷൻസുകൾ ആണെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മുന്നേ നിങ്ങൾക്ക് MBBS അല്ലാത്ത ഫോറസ്ട്രി അഗ്രികൾച്ചർ കോഴ്സ് ആണെങ്കിൽ നമുക്ക് BSc അഗ്രികൾച്ചർ കോഴ്സുകളിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മൾ ഗവൺമെന്റ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. 4 ഗവൺമെന്റ് കോളേജുകളുണ്ട്. ആ 4 കോളേജുകളും ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ, കോളേജ് ഓഫ് അഗ്രികൾച്ചർ പടന്നങ്ങാട്, ഇങ്ങനെ 4 കോളേജുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് കുട്ടികളെ, ഒരു കോംപ്ലിക്കേഷൻസും ഇതിലില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സെലക്റ്റഡ് ഓപ്ഷൻസുകൾ കാണാൻ പറ്റും. നിങ്ങൾ എത്ര ഓപ്ഷൻസ് ആണ് സെലക്ട് ചെയ്തത് നോക്കാം. എന്നിട്ട് നിങ്ങൾ സേവ് ബട്ടൺ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിന്റ് ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ടും ലഭിക്കാവുന്നതാണ്. പ്രിന്റ് ഓപ്ഷൻ ലിസ്റ്റിൽ പോയി പ്രിന്റ് ഔട്ട് എടുത്ത്
നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെ നമുക്ക് കോഴ്സുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്, കോട്ട എല്ലാ രീതിയിലും നമ്മൾ ഓപ്ഷൻസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും കാറ്റഗറിക്ക് അനുസരിച്ച് തന്നെ ഇവിടെ കോട്ടയുണ്ട്. അപ്പൊ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടണിൽ നിങ്ങളുടെ ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. NRI കോട്ടയിലുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, NRI ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ കോട്ടയുള്ള ലിങ്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ കൊടുത്തിരിക്കുന്നത് മൈനോറിറ്റിയും NRI ഇല്ലാത്ത സ്റ്റാറ്റസ് ആയതുകൊണ്ട് ഇത് ഇവിടെ എനിക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഗവൺമെന്റ് മാനേജ്മെന്റ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചോയ്സുകൾ കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, എല്ലാ ഓപ്ഷൻസുകളും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം പുതിയൊരു കോളേജോ കോഴ്സോ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. ഇനി ഇതിൽ ഉൾപ്പെടാത്ത കോളേജുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകളിൽ പുതിയ ഓപ്ഷനായിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ കോളേജുകളും വീണ്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഇനി പ്രിയ വിദ്യാർത്ഥികൾക്ക് വേറൊരു സംശയമാണ്, നമുക്കിനി ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് കോളേജുകളിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെയും കിട്ടിയിട്ടുണ്ട്, കേരളയിലും കിട്ടിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങൾ ഇവിടെ കൊടുത്ത ഫീസ് കാര്യങ്ങളൊക്കെ തന്നെ റിട്ടേൺ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫീസ് നഷ്ടം ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നീട് നിങ്ങളെ കേരളയിൽ പരിഗണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഇവിടുന്ന് ക്വിറ്റ് ചെയ്തേ മതിയാകൂ. പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, എല്ലാ ഓപ്ഷൻസുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ എത്ര ഓപ്ഷൻസുകളാണ് കൊടുത്തതെന്നുള്ളത് എല്ലാ കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും. നിങ്ങൾ ആദ്യം MBBS 10 എണ്ണം കൊടുത്തു, പിന്നെ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് 18 എണ്ണം കൊടുത്തു, പിന്നെ ഗവൺമെന്റ് BDS 29 മുതൽ 35ഓളം കോളേജുകൾ നിങ്ങൾ കൊടുത്തു. അപ്പൊ 35ാമത്തെ ഓപ്ഷൻസായി. അഗ്രികൾച്ചർ നിങ്ങൾ 36ാമത്തെ ഓപ്ഷൻസ് കൊടുത്തു. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസുകളാണ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ടോട്ടൽ ഓപ്ഷൻസ് എത്രയാണെന്ന് കാണാൻ പറ്റും. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഇനി എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ, നിങ്ങൾക്ക് അതിന്റെ ചോയ്സുകൾ, ഓപ്ഷൻസുകൾ, നമ്പറുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ ഉപയോഗിച്ച് നിങ്ങളുടെ ഓപ്ഷനുകൾ 1ാമത്തത് 5ാമത്തതാക്കാം, 10ാമത്തെ ഓപ്ഷനുകൾ 5ാമത്തെ ഓപ്ഷനുകളാക്കാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. അത് ഇനി നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ സേവ് ആണെങ്കിൽ പോലും ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്ത് പുതിയ ഓപ്ഷനുകൾ വീണ്ടും കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ആരും ടെൻഷൻ ഒന്നും അവിടെ ഇത് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്ത് പോയാൽ വീണ്ടും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിയാലും വീണ്ടും നിങ്ങൾക്ക് പുതിയ ഓപ്ഷനായിട്ട് തന്നെ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇത് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നന്നായിട്ടൊരു ചാർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഓപ്ഷനുകൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവിധ സംശയങ്ങളും നമ്മൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.